ഇത് മെമ്മറി ചെസ് എന്നതിന്റെ പേര്. ഇതിപ്പോ ഈ ഡയസ് കണ്ടില്ലേ, ഈ ഡയസ് ഇങ്ങനെ നമ്മള് ഇതിലിങ്ങനെ ഇടും. അപ്പൊ ഇതില് വരുന്ന കളർ ഏതാന്ന് വെച്ചാ അതേ കളറിലുള്ള ഒരെണ്ണം നമ്മളിങ്ങനെ എടുക്കണം. അപ്പൊ നമ്മള് ഡയസിൽ റെഡ് ആവുന്ന വെച്ചാൽ റെഡ് കളറിലുള്ള കോയിനാണ് നമ്മൾ ഇത് കാര്യമാണ് നമ്മൾ എടുക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു, അല്ലെങ്കിൽ നമ്മൾ തോറ്റു. അപ്പൊ നമുക്ക് ഇതുവഴി നമുക്ക് എന്താ പറയാ, നമ്മുടെ മെമ്മറി പവർ എന്തോരം ഉണ്ട്, നമുക്ക് എത്രത്തോളം ശ്രദ്ധയുണ്ട് എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യണതാണ്. ചെസ് പോലത്തെ മറ്റൊരു ഗെയിമാണ്. ഗ്രീൻ ആണ് വന്നത്. അപ്പൊ ഇതിന്ന് പറഞ്ഞത് തോറ്റു. ഒരു പ്രാവശ്യമുള്ളോ, ഒരു വട്ടമുള്ളോ? ഇനി ഞാൻ എടുക്കാം. എനിക്ക് പ്രാവശ്യം എനിക്ക് നീ കളിക്കേ. ഇവിടെ കിട്ടോ, ഇവിടെ കിട്ടാം. അങ്ങനെ വെച്ചാൽ ഗ്രീൻ. ഇനി ഗ്രീൻ എടുക്കാൻ ഉള്ളിൽ നിന്ന് ഒരെണ്ണം എടുക്കുക. അപ്പൊ അത് ഗ്രീൻ കളറായിരിക്കാം. ഗ്രീൻ ആകുമ്പോ ഒന്ന് വെച്ചോ. ഞാൻ നോക്കി അവിടെ ഇടുക. ഒന്ന് നോക്കിട്ട് കളിക്കാം. ബ്ലൂ എടുക്കാൻ ഉള്ളൂ. ഈ ഗെയിം വഴി നമുക്ക് കുട്ടികളുടെ കോൺസെൻട്രേഷൻ ലെവല് നോക്കാം. അതുപോലെ അവർ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്, അവരുടെ മെമ്മറി പവർ കൂട്ടാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഗെയിമാണിത്. മാത്രമല്ല നമ്മള് കുട്ടികൾക്ക് എന്താ പറയാ, ഒരു സാധനം ഇട്ടുകൊടുത്തന്നെ എത്രത്തോളം ഒരു കാര്യം ചെയ്താൽ അല്ലെങ്കിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികളും പാരന്റ്സിന് പ്രധാനമായിട്ടും പറയുന്നത് കുട്ടികൾക്ക് ഓർമ്മ നിൽക്കണില്ല എന്നൊരു പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ഇത്തരം ഗെയിം കളിപ്പിക്കുന്ന വഴി കുറെ ഓർമ്മ എത്രത്തോളം കൂട്ടാൻ പറ്റും, സമയം കൂട്ടിയെടുക്കാൻ പറ്റും. ഇതിപ്പോ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ ഗെയിം എന്ന് പറയുന്നത്. ഈ സാധനം വാങ്ങിക്കണം. ഇപ്പൊ ഇത് വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പാരന്റ്സിന് തന്നെ എന്താ പറയാ, നമ്മള് പണ്ട് കളിച്ചിരുന്നില്ലേ, കയ്യിൽ കുത്തുവെച്ചിട്ട് സൂചി കുടുക്കൊക്കെ വെച്ച് കാണാം. അതുപോലെ ഒരു ബോക്സിനുള്ളില് കുറച്ച് മുത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പല കളറുള്ള ഐറ്റം ഇട്ടിട്ട് അവരോട് അതിൽ നിന്ന് എടുക്കാൻ പറയും. കണ്ണടച്ചിട്ട് ഇന്ന കളർ എടുക്കാൻ പറയും. അപ്പൊ അല്ലെങ്കിൽ എത്ര എണ്ണം ഉണ്ടെന്ന് കുലുക്കിയിട്ട് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് ക്ലാസ് വെച്ചിട്ട് അതുവഴി നമുക്ക് കൗണ്ട് ചെയ്തിട്ട് പറയാൻ പറയണം, ഇത്ര സെക്കൻഡിൽ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവർക്ക് എണ്ണസംഖ്യയും പഠിക്കുകയും ചെയ്യും. കുറച്ചു നേരം കൊണ്ട് തന്നെ എത്രത്തോളം അവർക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ഒബ്സർവേഷൻ കൂടാനും ഒക്കെ അത് സഹായിക്കും. ഇത് ഇത്തിരി എക്സ്പെൻസീവ്